വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി അഫാന്റെ അറസ്റ്റ് ഇന്നുണ്ടായേക്കും. പ്രതിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ചികിത്സയിൽ കഴിയുന്ന പ്രതിയുടെ അമ്മ ഷമിയിൽ നിന്ന് ഇന്ന് മൊഴിയെടുക്കും. ഷമിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാർ പോലീസിനെ അറിയിച്ചിരുന്നു. കടം നൽകിയവർ വീട്ടിലെത്തി പ്രശ്നമുണ്ടാക്കിയിരുന്നോ എന്ന് അന്വേഷിക്കാനും മൊഴി രേഖപ്പെടുത്താനും അന്വേഷണ സംഘം നീക്കം ആരംഭിച്ചു. വിവരങ്ങളുമായി ഷിജോ കുര്യനും ഒപ്പം മുഹമ്മദ് ആഷിഖും ചേരുന്നുണ്ട്. ആദ്യം ആഷിഖിലേക്ക്. ആഷിഖ്, ഈ അഫാന്റെ ആരോഗ്യത്തിൽ വലിയ പ്രശ്നമൊന്നുമില്ല എന്നാണ് ആശുപത്രിയിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്ന് തന്നെ അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് അല്ലേ? തന്നെ അറസ്റ്റിനായിട്ടുള്ള പ്രാഥമിക നടപടികൾ പോലീസ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് ആദ്യഘട്ടത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തുക പാങ്ങോട് വാപ്പുമ്മയിൽ സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ ആണ് ആദ്യത്തെ അറസ്റ്റ് രേഖപ്പെടുത്തുക. പാങ്ങോട് പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ആദ്യഘട്ടം എന്ന നിലയിൽ പാങ്ങോട് പോലീസിന്റെ പ്രതിനിധികൾ മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് പേവാർഡിലെ 32-ാം റൂമിലാണ് അഫാൻ ഉള്ളത്. അവിടേക്ക് പോലീസ് സംഘം ആദ്യഘട്ടം എന്ന നിലയിൽ എത്തിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് അധികൃതർ അഫാന്റെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ് എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് രാവിലെയും മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ പ്രത്യേക സംഘം അഫാനെ വിലയിരുത്തുകയും ശാരീരികസ്ഥിതി വിലയിരുത്തുകയും അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാൻ തക്കതായ ആരോഗ്യാവസ്ഥയിലേക്ക് അഫാൻ എത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത് ലഭിച്ച ഉടനെയാണ് പോലീസ് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങാനുള്ള ആദ്യത്തെ ഘട്ടത്തിലെ നീക്കങ്ങൾ ആരംഭിക്കുന്നത്. അത് ആദ്യഘട്ടത്തിൽ പാങ്ങോട് നടത്തിയ കൊലപാതകത്തിൽ 88-കാരിയെ കൊല ചെയ്ത കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്ന തീരുമാനത്തിലേക്ക് പോലീസ് എത്തുകയായിരുന്നു. അറസ്റ്റിലേക്കുള്ള ആദ്യഘട്ട നടപടികൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പാങ്ങോട് സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലുള്ള എഫ്ഐആർ പ്രകാരം അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. മെഡിക്കൽ കോളേജിലെ പേവാർഡിൽ 32-ാം റൂമിലേക്ക് പാങ്ങോട് പോലീസിന്റെ പ്രതിനിധികൾ എത്തിയിട്ടുണ്ട്. ആദ്യഘട്ട നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ ഉടനെ തന്നെ കോടതിയിലേക്ക് നീക്കി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയതിനു ശേഷം റിമാൻഡിൽ വാങ്ങാനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കും. അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്താൻ കഴിയുന്ന രീതിയിലേക്ക്, ഡിസ്ചാർജ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് അഫാന്റെ ആരോഗ്യസ്ഥിതി മാറിയിട്ടുണ്ടെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ ഇന്ന് രാവിലെ ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. അതനുസരിച്ചാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ഈ നടപടി. ശരി ആഷിഖ്, ഷിജോ കുര്യൻ കൂടിയുണ്ട്. ഷിജോ, ഇന്നിപ്പോ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട നിർണായക ദിനം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. കാരണം അഫാൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ കടം വാങ്ങിയ ആളുകൾ വന്ന് പ്രശ്നമുണ്ടാക്കിയിരുന്നു. അവരുടെ മൊഴി ഈ കേസിൽ വളരെ നിർണായകമാണ്. മറ്റൊന്ന് ഷമിയുടെ മൊഴിയാണ്. മൊഴിയെടുക്കാനുള്ള ആരോഗ്യാവസ്ഥയിലേക്ക് ഷമി എത്തിയിട്ടുണ്ടോ? അത് കേസിനെ സംബന്ധിച്ച് എത്രത്തോളം സഹായകമാകും? ഇന്നത്തെ മൊഴിയെടുപ്പും മറ്റ് അന്വേഷണത്തിന്റെ വിവരങ്ങളും. ധന്യ, വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടന്നിട്ട് ഇന്ന് 4 നാൾ പിന്നിടുകയാണ്. 4-ാം നാളിലേക്ക് എത്തുമ്പോൾ ഇത് ഇന്നത്തെ ദിവസം പോലീസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. കാരണം ഇതുവരെയും ഈ കൂട്ടക്കൊലപാതകം സംബന്ധിച്ചുള്ള കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ പ്രതി അഫാനിൽ നിന്ന് ലഭിച്ച കുറേയധികം വിവരങ്ങൾ മാത്രമാണ് പോലീസിന് മുമ്പിലുള്ളത്. അത് സാധൂകരിക്കത്തക്ക തെളിവുകളൊന്നും പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുമില്ല. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കുടുംബം ആത്മഹത്യക്ക് പദ്ധതിയിട്ടിരുന്നു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ നമ്മൾ ഇന്നലെ തന്നെ പങ്കുവച്ചതാണ്. അതിനുശേഷം അത് ആത്മഹത്യയിൽ ആരെങ്കിലും രക്ഷപ്പെടുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ടായതോടുകൂടിയാണ് പിന്നീട് അതൊരു കൊലപാതകത്തിലേക്ക് പോകാൻ അഫാനെ പ്രേരിപ്പിച്ചത്. ഇതടക്കമുള്ള വിവരങ്ങൾ ഇന്ന് കഴിഞ്ഞ ദിവസത്തെ അഫാന്റെ മൊഴിയിൽ നിന്ന് ഇന്നലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ്. അപ്പോൾ ഇതിലെ അടക്കമുള്ള വിവരങ്ങൾക്ക് കൂടുതൽ ആധികാരികത ഉറപ്പുവരുത്താനായിട്ട് പോലീസിന് മുമ്പുള്ള ഏക വഴി എന്ന് പറയുന്നത് ഈ 2 പേരെയും മൊഴിയെടുക്കുക എന്നുള്ളതാണ്. പ്രതി അഫാനിൽ നിന്നും അതുപോലെ തന്നെ ഈ പ്രതി ആദ്യം കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ച ക്രൂരമായി പരിക്കേൽപ്പിച്ച അമ്മ ഷമിയിൽ നിന്നും മൊഴിയെടുക്കുക എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. അതിന്റെ ആദ്യഘട്ട നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം വെഞ്ഞാറമൂടിലെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. ഈ ആശുപത്രിയിലാണ് ഈ പറയുന്ന പ്രതിയുടെ അമ്മ ഷെഫി കഴിഞ്ഞ 4 ദിവസമായിട്ട് ചികിത്സയിൽ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന ഷെമി ഇന്നലത്തോടുകൂടി ഏതാണ്ട് ആരോഗ്യാവസ്ഥയിൽ കുറേയധികം മെച്ചപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന മെഡിക്കൽ കോളേജിലെ ആശുപത്രി അധികൃതർ, ഡോക്ടർമാർ അടക്കമുള്ള ആളുകൾ ഷെമിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നും മൊഴിയെടുക്കാൻ കഴിയുന്ന സ്ഥിതിയിലാണ് എന്നും ഉള്ള കാര്യം വെഞ്ഞാറമൂട് പോലീസിനെയും അന്വേഷണ സംഘത്തെയും അറിയിച്ചിട്ടുണ്ട്. അതിന് പ്രകാരം അല്പസമയത്തിനകം ഏതാണ്ട് ഉച്ചയ്ക്ക് മുന്നോടിയായിട്ട് ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാലിന്റെയും അതുപോലെ തന്നെ വെഞ്ഞാറമൂട് SHO അനൂപിന്റെയും നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവിടേക്ക് വന്ന് ഷെമിയിൽ നിന്ന് മൊഴിയെടുക്കും. ഷെമിയുടെ മൊഴിയാണ് ഇതിലേറ്റവും നിർണായകമായത്. ഒന്ന്, ആത്മഹത്യക്ക് പദ്ധതി ഇട്ടിരുന്നോ എന്നുള്ള കാര്യം ചോദിച്ചറിയണം. അതുപോലെ ഈ കൊലപാതകത്തിലേക്ക് അഫാനെ പ്രേരിപ്പിച്ചത് എന്താണ്, അഫാൻ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ വീട്ടിൽ അഫാൻ പറഞ്ഞിരുന്നു, ഇതടക്കമുള്ള കാര്യങ്ങളാണ് ഷെമിയിൽ നിന്ന് ചോദിച്ചറിയേണ്ടത്. എന്തായാലും അതിലേക്ക്
അതിലേക്ക് കൂടിയാണ് പോലീസ് കടക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. ഇന്ന് തന്നെ അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ഒരുപക്ഷെ കോടതിയിൽ ഹാജരാക്കും. അതല്ല എങ്കിൽ മജിസ്ട്രേറ്റിനെ നേരത്തെ ആഷിഖ് സൂചിപ്പിച്ചതുപോലെ മെഡിക്കൽ കോളേജ് 32ാമത്തെ പേ വാർഡിലേക്ക് വന്ന് മജിസ്ട്രേറ്റ് അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും റിമാൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങുന്ന നടപടിയിലേക്ക് പോലീസ് കടക്കുക. എന്തായാലും ഇതിനകത്ത് ഏറ്റവും നിർണായകമായത് മൊഴിയെടുക്കുക, മൊഴിയെടുത്തതിന് ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ്. നിലവിൽ പ്രാഥമികമായിട്ടുള്ള മൊഴിയെടുപ്പ് മാത്രമാണ് പോലീസ് സംബന്ധിച്ച് മുമ്പിലുള്ളത്. മറ്റൊരു കാര്യം, ഈ പ്രാഥമികമായിട്ടുള്ള മൊഴിയെടുപ്പിൽ പോലീസിന് ലഭിച്ച ചില വിവരങ്ങളുണ്ട്. അതായത് ഇവർക്ക് കടം കൊടുത്ത ചില ആളുകൾ വീട്ടിൽ വന്ന് നിരന്തരം ഭീഷണിപ്പെടുത്തി എന്നുള്ളത്. അപ്പോൾ ആരൊക്കെയാണ് ഇവർക്ക് കടം കൊടുത്തത്, ആരൊക്കെയാണ് വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയത്, ഇതടക്കമുള്ള കാര്യങ്ങൾ കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കടം കൊടുത്ത ആളുകളെ കേന്ദ്രീകരിച്ച് പോലീസിന് അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ എത്ര രൂപ പല ആളുകളുമായിട്ട് വാങ്ങി, ഇവരെയൊക്കെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. തന്നെയാണ്. ശരി ഷിജോ.